ഹായ്, ഞാനിപ്പോൾ എന്താണെന്നറിയോ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, എൻ്റെ ബൈറ്ററായിട്ട് നല്ല ഹെൽത്തി ലഡു ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുമോ, ഇത് സ്നാക്സ് ആണോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണേ. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുമോ എന്ന് ചോദിച്ചാൽ നമ്മളതിൽ ഒരു പ്രിസർവേറ്റീവ്സോ ഷുഗറോ ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ ചില കുട്ടികൾക്ക് ചില നട്ട്സ് അലർജി ആയിരിക്കും, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. അല്ലാത്തവർക്ക് അതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ദോഷമായ ഒരു സാധനവും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് സ്നാക്സ് ആയിട്ടാണോ കഴിക്കുക എന്ന് ചോദിച്ചു. അത് കഴിക്കണ ആളിനെ ആശ്രയിച്ചിരിക്കും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഡയറ്റ് നോക്കണ ഒരാളാന്ന് വെച്ചോളൂ. അപ്പം ഡയറ്റ് നോക്കണ ആളാണെങ്കിൽ അവർ രാവിലെ ഒരു ഗ്ലാസ് പാലും ഈ ഒരു ലഡു മാത്രം കഴിക്കുന്നുണ്ട്. ചിലവർക്ക് ലഞ്ചോ ഡിന്നറൊക്കെ കഴിഞ്ഞാൽ ഒരു സ്വീറ്റ്സ് നിർബന്ധമായിരിക്കും അല്ലേ. അപ്പം ആ സ്വീറ്റ് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളത് വേണം കഴിക്കാം. ലഞ്ചോ ഡിന്നറോ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലഡു കഴിച്ച് നമ്മുടെ ആ സ്വീറ്റ് കഴിക്കാനുള്ള ആഗ്രഹത്തെ ശമിപ്പിക്കാം. പിന്നെ ചിലവർ സ്നാക്സ് ആയിട്ട് ഇപ്പോൾ വൈകിട്ട് നമ്മൾ സാധാരണ ലഡു ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്നാക്കായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു 2 മാക്സിമം കഴിക്കൂ. അപ്പോൾ ഇതൊന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു വൈകിട്ടത്തെ ആ ഒരു ടീ ടൈമിൽ ഒരു വിശപ്പ് മാറ്റാം. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ചിൻ്റെ ഇടയിൽ ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ വിശക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്ന് കഴിക്കാം. അപ്പോൾ ഡെയിലി ഒന്ന് കഴിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യണത്. അപ്പോൾ ചിലവർക്ക് ഷുഗറൊന്നും ഇല്ലാത്തവർക്കും വേറെ അസുഖമൊന്നും ഇല്ലാത്തവർ 2 3 എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. കാരണം ഇതിലുള്ളത് നട്ട്സും സീഡ്സും ഡേറ്റ്സും ഒക്കെയാണ്. ഇതൊന്നും കുറേ കാര്യം നമുക്കെല്ലാം അമിതമായാൽ നമ്മളൊന്നും വിഷമെന്നാണല്ലോ പറയുക. അതുപോലെ കുറേ കഴിക്കണ്ട, നമ്മൾ ഓരോന്ന് വെച്ച് കഴിച്ചാൽ നമുക്കൊരു ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബൈ.